ചാനൽ സിയ വ്ലോഗ്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ഓണം സ്പെഷ്യലാണ്. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങൾ പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്ന പൂക്കൾ. ഇതെല്ലാം ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിന്നും ശേഖരിച്ച പൂക്കളാണ്. പരിചയപ്പെടുത്താൻ മറന്നു ആരാണ്. ഇതാണ് റമീൻ മുഹമ്മദ്, എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. ഹായ് ഒറ. ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. മലയാള പുതുവത്സരമായ ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും കെട്ടുകഥകളും നിലവിലുണ്ടെങ്കിലും ആത്യന്തികമായി കർഷകരുടെ ഒരു വിളവെടുപ്പ് വ്യാപാര ഉത്സവമായാണ് കരുതിപ്പോരുന്നത്. ഓണത്തിന് അനുഷ്ഠാനങ്ങളായി ഓണസദ്യ, തിരുവാതിര കളി, പുലിക്കളി, പൂക്കളമിടൽ, വടംവലി, വള്ളംകളി, തുമ്പിത്തുള്ളൽ, അത്തച്ചമയം തുടങ്ങിയ നിരവധി കളികൾ സംഘടിപ്പിക്കുന്നു. മഹാബലി എന്ന രാജാവ് മലയാള രാജ്യം തൃക്കാക്കര ആസ്ഥാനമായി ഭരിച്ചിരുന്നു എന്നും അന്ന് സമ്പൽ സമൃദ്ധമായ ഭരണത്തിൽ അസൂയ പൂണ്ട വാമനൻ വേഷം മാറി വന്ന് ചതിപ്രയോഗത്തിലൂടെ മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം. വർഷാവർഷം ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പ്രജകളെ കാണാൻ വരുമെന്നും അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുറ്റത്ത് മനോഹരമായി പൂക്കളമൊരുക്കി പ്രജകൾ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് പിന്നാമ്പുറ കഥകൾ. പണ്ടൊക്കെ അത്തം മുതൽ തിരുവോണം വരെ കുട്ടികൾ ഒറ്റയ്ക്കും കൂട്ടമായും പറമ്പിലും മറ്റും പോയി തുമ്പ, മുക്കുറ്റി, ജണ്ടുമല്ലി, വാടാമല്ലി, ജമന്തി തുടങ്ങിയ പൂക്കൾ പറിച്ചു കൊണ്ടുവന്നായിരുന്നു പൂക്കളമിടൽ. എന്നാൽ ഇന്ന് പൂക്കൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ നമ്മൾ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. കൊറോണ വൈറസിന്റെ കരാളഹസ്തത്തിലൂടെ കടന്നുപോകുന്ന ഈ ഓണത്തിന് മുൻകാല ഓണത്തെ അപേക്ഷിച്ച് പൊലിമ കുറഞ്ഞിട്ടുണ്ട്. കാണം വിറ്റും ഓണം കൊള്ളണം എന്ന പഴംചൊല്ല് പഴമക്കാർ പറയാറുണ്ട്.
ഗൈസ് നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സദ്യ കഴിക്കാൻ പോവുകയാണ്. അല്ലാതെ നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കസേരക്കളി കളിക്കുന്നുണ്ട്. അപ്പോൾ സദ്യ എഴുതിയിട്ടാണ് നമ്മൾ കസേരക്കളി കളിക്കുന്നത്. A few moments later. മഞ്ഞിങ്ങോട്ട് കയറിക്കേ, ഇങ്ങനെ കസാല കേട്ടെ വാങ്ങോട്ടോ. ഓളാണെങ്കിൽ കുത്തരണ ശരി അങ്ങോട്ട് കയറി നീ ഇവിടെ കുത്തരണോ? ഇപ്പോഴും കസേരക്കളി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചലഞ്ച് വാട്ടർ ബോട്ടിൽ ചലഞ്ചാണ്. ഞങ്ങളിതാ 3 ബോട്ടിൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ, 3 ബോട്ടിൽസ്. അതിൻ്റെ ശേഷം അതാ അവിടെ ഒരു ബക്കറ്റും ഉണ്ട്. ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൈ കുമ്പിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് കുപ്പിയിലോട്ട് വെള്ളം നിറക്കലാണ് കേട്ടോ. ഇതിലിങ്ങനെ ചെയ്ത് ഇതിൽ 3 ആൾക്കാരായിരിക്കും ഗെയിംസിൽ ഉണ്ടാവുക. ഇതിൽ ആ ചെയ്ത് ആരാണ് നല്ല കുറേ വെള്ളമുള്ളത് അവരായിരിക്കും വിന്നർ കേട്ടോ.
ഗായ്സ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഗെയിമൊക്കെ കളിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് 3 ഓപ്ഷൻ തരും. അതിലാളെന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിക്കുട്ടി എന്നാണ് എൻ്റെ പേര്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതേപോലെ നല്ല വീഡിയോസുമായി പിന്നെ കാണാം. ബൈ. ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.